നമസ്കാരം. ചീമപ്പുളി, ബിലിമ്പി, ഇലിമ്പിപ്പുളി, ഇരുമ്പൻ പുളി എന്ന പല പേരുകൾ അറിയപ്പെടുന്ന ഒരു പുളിമരത്തിന്റെ വേദനയുടെ കഥയാണ് നിങ്ങളുമായി ഈ ലക്കത്തിൽ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ മരം ഒന്ന് കാണുക. ഈ മരം നിറയെ അതിന്റെ ഫലമുണ്ട്. ആരും ഈ ഫലം എടുക്കാൻ വരുന്നില്ല. ആർക്കും വേണ്ടാതെ ഈ പുളി എല്ലാം അവിടെ പഴുത്ത് താഴെ വീണ് പോകുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ഈ മരത്തിന്റെ ചുവട്ടിലെ അവസ്ഥയൊന്ന് കാണുക. എല്ലാ പുളികളും 2-3 ദിവസത്തിനുള്ളിൽ ഇതുപോലെ താഴെ വീഴും. ഈ പുളി എന്ത് തെറ്റാണ് നമ്മളോട് ചെയ്തത്? പണ്ടൊക്കെ ഈ പുളി നാടൻ ചന്തയിൽ വിൽക്കുമായിരുന്നു. നാട്ടുചന്തയിലും ഈ പുളി ആർക്കും വേണ്ട. നമ്മൾ പച്ചക്കറിക്കടയിൽ കൊണ്ടു കൊടുത്താൽ അവര് പറയും ഇത് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കാൻ തയ്യാറാ. അവര് പറയും ഇതാരും ഇവിടെ നിന്ന് വാങ്ങിക്കാറില്ല, ഇതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. പഴയ കാലത്ത് ഈ പുളി നമ്മുടെ അമ്മമാർ മീൻ കറിയിലും മീനിന്റെ പീരയിലും, അതായത് മീൻ തോരൻ എന്നൊക്കെ പറയുമല്ലോ, പീരയ്ക്കൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോഴെന്തുകൊണ്ടോ ഈ പുളി ആരും ഉപയോഗിക്കുന്നില്ല. ധാരാളം ഔഷധ ഗുണമുള്ള ഒരു കായ്ഫലമാണ് ഇതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലർ ഈ പുളിയെ ഭയപ്പെടുന്നുമുണ്ട്. ഈ പുളി കഴിച്ചാൽ അങ്ങനെ ഉണ്ടാകും, ഇങ്ങനെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഈ പുളിയോടൊരു ശത്രുതാ മനോഭാവം പുലർത്തുന്ന ആൾക്കാരുമുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ആർക്കും വേണ്ടാതെ എല്ലാം നിലത്ത് വീണ് നശിച്ചു പോകുന്നു. അതിന്റെ ഒരു വേദനയൊന്ന് ഓർത്തു നോക്കിയേ. ഏതൊക്കെ മരത്തിനോട് സമമാണ്? ആഞ്ഞിലി എന്നൊരു മരമുണ്ട്, നമ്മുടെ എല്ലാ നാട്ടിലും കാണാവുന്ന ആഞ്ഞിലി. ആഞ്ഞിലി ചക്കയ്ക്ക് എന്താണോ അവസ്ഥ ഉണ്ടാകുന്നത്, അതേ അവസ്ഥയാണ് നമ്മുടെ പാവം ചീമപ്പുളിക്കും. ഈ ചീമപ്പുളി പോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടാത്തൊരു ഫലമായി മാറിയിരിക്കുകയാണ് ചാമ്പയ്ക്കായും. ഇപ്പൊ മരം നിറയെ ചാമ്പയ്ക്ക ഉണ്ടാകുന്നു. റോസാപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ എല്ലാവർക്കും അത് അറിയുമായിരിക്കാം. ഈ ചാമ്പയ്ക്ക പല പ്രദേശങ്ങളും പല പേരുകളാണ് അറിയപ്പെടുന്നത്. ചാമ്പ നിറയെ ചാമ്പയ്ക്ക ഉണ്ടാകുന്നു. പഴയ കാലത്ത് സ്കൂൾ കുട്ടികൾക്കൊക്കെ താല്പര്യമുണ്ടായിരുന്നു. ഇപ്പൊ സ്കൂൾ കുട്ടികൾക്കും ചാമ്പയ്ക്ക വേണ്ടാത്തൊരവസ്ഥയായി മാറിയിരിക്കുന്നു. വീട്ടിലെ ചാമ്പ നിറയെ ചാമ്പയ്ക്ക ഉണ്ടായി, അതെല്ലാം ഇങ്ങനെ വളരെ മനോഹരമായി നല്ല നിറത്തില്, നല്ല റോസ് നിറത്തില് മരം നിറയെ നിറഞ്ഞു നിൽക്കുന്നതും പെട്ടെന്ന് 1-2 ദിവസം കൊണ്ട് ഈ ചാമ്പയ്ക്ക എല്ലാം താഴെ വീണു പോകും. നമ്മളിപ്പോ പല ദേവാലയങ്ങളിലും മുറ്റത്ത് അത്തിമരം നടാറുണ്ട്. തണലിന് വേണ്ടി നടുകയാണ്. അത്തിമരം കായ്ക്കും, നിറയെ ഫലങ്ങൾ ഉണ്ടാകും. പക്ഷെ ഈ അത്തി ഫലം അല്ലെങ്കിൽ അത്തിയുടെ പഴം ആരും കഴിക്കാറില്ല. നമ്മൾ കഴിക്കുന്ന അത്തിമരം, ബൈബിളിൽ പറയുന്ന മനുഷ്യർ കഴിക്കുന്ന അത്തിമരമല്ല ഇപ്പോൾ നമ്മുടെ പള്ളി മുറ്റങ്ങളിലുള്ള അത്തിമരം എന്നാണ് കേൾക്കുന്നത്. അത്തിപ്പഴത്തിന്റെ അവസ്ഥയാണ് ഇന്ന് കേരളത്തിലെ എല്ലാ വീടുകളിലുമുള്ള ചീമപ്പുളികളുടെ അവസ്ഥ. ചീമപ്പുളി എന്ത് തെറ്റ് ചെയ്തു ദൈവമേ? പണ്ട് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചീമപ്പുളി
ചന്തയിൽ നിന്ന് ഇത് വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. അന്ന് 25 പൈസ 50 പൈസ ഒരു 10-30 വർഷം മുൻപ് ചന്തയിൽ ഇത് വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. അന്ന് ചീമ പുളിയുള്ള വീടുകളിൽ നിന്ന് ചെറുകിട കച്ചവടക്കാർ വന്ന് 10-20 രൂപ, അന്നത്തെ 10-20 രൂപ കൊടുത്ത് ഈ ചീമപ്പുളി എല്ലാം ചാക്ക് കണക്കിന് കൊണ്ടുപോയി ചന്തയിൽ കൊണ്ടുവന്ന് വിറ്റ് അവർക്കൊരു പക്ഷേ 50-60 രൂപയായിരിക്കാം കിട്ടുന്നത്, 10-40 രൂപയായിരിക്കും ഒരു മാക്സിമം ലാഭം. എന്നാലും അത് മനുഷ്യർ ഉപയോഗിക്കുമായിരുന്നു. വളരെയേറെ ഔഷധ ഗുണമുള്ള ഈ ചീമപ്പുളി എന്തുകൊണ്ട് മനുഷ്യന്റെ ശത്രുവായി, ആർക്കും വേണ്ടാത്ത ഒരു ഫലമായി മാറി എന്നതിൻ്റെ യഥാർത്ഥ അവസ്ഥ, അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കത് അറിയാമോ? എന്തുകൊണ്ടാണ് ഈ പുളി ആർക്കും വേണ്ടാത്ത ഒരു വസ്തുവായി അവശേഷിക്കുന്നത്? ചീമപ്പുളിയും നെല്ലിപ്പുളിയും നെല്ലിക്കാപ്പുളിയും ചാമ്പയ്ക്കയും ഒക്കെ നമ്മുടെ ഈ തലമുറയിലെ കുട്ടികൾക്ക് വേണ്ടാത്ത ഫലങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പോയാൽ നമ്മുടെ നാട്ടുമുറ്റത്തുണ്ടാവുന്ന നാടൻ മാങ്ങകളും ചക്കകളുമൊക്കെ വരും തലമുറയ്ക്ക് വേണ്ടാത്ത ഒരു ഫലമായി മാറിയാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഇപ്പൊ നമുക്കാർക്കും കൂഴച്ചക്ക വേണ്ടായല്ലോ. ആരും കൂഴച്ചക്ക എടുക്കാറില്ല. എല്ലാം തമിഴ്നാട്ടിൽ നിന്ന് ലോറി കണക്കിന് വന്നിട്ട് ഒരു ചക്കയ്ക്ക് 5-10 രൂപയ്ക്ക് ചക്ക അവർ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ചക്ക ഉപ്പേരിയാക്കി കിലോയ്ക്ക് 400-500 രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കാറുണ്ട്. വളരെ ചുരുക്കം പേരെ കൂഴച്ചക്ക ഉപയോഗിക്കുന്നുള്ളൂ. ചീമപ്പുളി പോലെ തന്നെ ഇപ്പോഴും മനുഷ്യർക്ക് വേണ്ടാത്തൊരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫലമാണ് ചീമച്ചക്ക. ആർക്കും ഇപ്പൊ ചീമച്ചക്കയും വേണ്ട. പഴയ കാലത്ത് ചീമച്ചക്ക ചന്തയിൽ വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. ഇപ്പൊ വളരെ അപൂർവമാണ്. പലരും ചീമ മരം വെട്ടിക്കളയുന്നു. കാരണം ഇതിന്റെ ഫലം ആർക്കും വേണ്ടായല്ലോ എന്നാണ് പറയുന്നത്. ചീമപ്പുളി മാത്രമല്ല, ചീമച്ചക്ക, നെല്ലിക്കാപ്പുളി, ലോലോലിക്കാപ്പുളി, ചാമ്പയ്ക്ക, ഇവയെല്ലാം വീട്ടുമുറ്റത്തെ ആർക്കും വേണ്ടാത്ത ഫലങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോലോലിക്ക എന്നൊരു സാധനമുണ്ട്. അതിന് പുളി രസമുള്ള ഒരു ഫലമാണ്. ഉപ്പിലിടാൻ പണ്ട് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പൊ പല വീട്ടിലെയും ലോലോലിക്ക മരം, അത് പല പേരുകളാണ് പലയിടത്ത് അറിയപ്പെടുന്നത്. ലോലോലിക്ക എന്നാണ് ഈ പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലൊക്കെ പരക്കെ അറിയപ്പെടുന്ന ഒരു പേരാണ് ലോലോലിക്ക. ലൗലോലിക്ക, ഇങ്ങനെ പല കൊളോക്കിയൽ ലാംഗ്വേജിൽ ഇതിനെ പറയുന്നുണ്ട്. വട്ടത്തിലുള്ള ഒരു ഫലം, നെല്ലിക്ക പോലെ ഇരിക്കും. നെല്ലിക്കയുടെ ഒരു അനിയനാണോ ചേട്ടനാണോ അളിയനാണോ എന്ന് നമുക്ക് തോന്നാം. ഈ ലോലോലിക്ക ആരും ഉപ്പിലിടാറില്ല. ചീമപ്പുള്ളി ആരും കൈകൊണ്ട് തൊടാറില്ല. ആർക്കും വേണ്ട. ലോലോലിക്കായി മാർക്കറ്റിൽ ആരും കൊണ്ടുവരാറില്ല. ഒരു കച്ചവടക്കാരും ലോലോലിക്ക വാങ്ങിച്ചുകൊണ്ട് പോകാറില്ല. കുറെ കഴിയുമ്പോൾ നമ്മുടെ ചക്ക വാങ്ങിക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ എത്തിയില്ലെങ്കിൽ പാവം ചക്കയ്ക്കും ഈ ദയനീയ അവസ്ഥ വന്നേക്കാം. മനുഷ്യരാരും കൈകൊണ്ട് തൊടാത്ത ഒരു ഫലം ആയി ലോലോലിക്കയും ചീമപ്പുളിയും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മുറ്റത്ത്, നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത്, നിങ്ങളുടെ വീടിന്റെ കോമ്പൗണ്ടിൽ ചാമ്പയ്ക്ക ഉണ്ടാകുമല്ലോ, ചാമ്പമരം ഉണ്ടാകുമല്ലോ. എന്താണ് ആ മരം നിറയെ ചാമ്പയ്ക്ക ഉണ്ടായി പഴുത്ത് കഴിയുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? മൊത്തവും താഴെ വീണ് പോകുകയല്ലേ സാധാരണ പതിവ്. ഞങ്ങളുടെ വീട്ടിലെ ചാമ്പ നിറയെ ഫലം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഇവിടെ ഉള്ള സമയത്ത് ഇതെല്ലാം പറിച്ച് തൊട്ടടുത്ത വീടുകളിലൊക്കെ കൊണ്ടു കൊടുക്കും. കുട്ടികളുള്ള വീടുകളിൽ ചിലരൊക്കെ വാങ്ങിക്കും, ചിലർക്കൊന്നും താല്പര്യമില്ല. പിന്നെ ഒരു ഭാഗ്യമുള്ളത്, തൊട്ടടുത്തൊരു സ്കൂളുണ്ട്. എൻ്റെ വൈഫ് പഠിപ്പിക്കുന്ന ആ സ്കൂളിൽ ഈ സ്കൂളിൽ വിതരണം ചെയ്യും. അവിടുത്തെ കുട്ടികളും ചില അധ്യാപകർക്കൊക്കെ കുറച്ച് ചാമ്പയ്ക്കൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ചാമ്പയ്ക്കയുടെ കാര്യം നമ്മൾ മനുഷ്യന് പ്രയോജനപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറ്റുന്നുണ്ട്. എന്നാൽ ഈ പാവൻ ചീമപ്പുളി ഉണ്ടല്ലോ, ആർക്കും വേണ്ട. ചീമപ്പുളി കുട്ടികൾക്ക് കറികളിൽ ചീമപ്പുളി ഉപയോഗിക്കരുത് എന്ന് നിർദ്ദേശമുണ്ട് എന്നാണ് ചില അധ്യാപകർ പറയുന്നത്. അറിയില്ല എന്താണ് അതിന്റെ കാരണമെന്ന് അറിയില്ല. അപ്പം ചീമപ്പുളി ആർക്കും വേണ്ടാത്ത ഈ പാവം ഇതാ നോക്കിയേ.
ഈ മരം ആർക്കും വേണ്ടാത്ത, മനുഷ്യരാൽ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട് തൻ്റെ ജീവിതം പാഴായിപ്പോയി, തൻ്റെ കായ്ഫലങ്ങളെ ആസ്വദിക്കാൻ ഒരു മനുഷ്യരുമില്ലാതെ വേദനയോടെ ജീവിച്ചു മരിക്കുന്ന ഈ പാവം മരത്തെ പറ്റിയാണ് ആ മരത്തിൻ്റെ വേദനയാണ് എനിക്ക് ഈ ലക്കത്തിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. മറ്റൊരു വിഷയമായി അടുത്ത ലക്കത്തിൽ നമുക്ക് കാണാം. നമസ്കാരം.